ഹലോ ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടതായ വലിയ ഗുണം ലഭിക്കുന്നതായ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ആരും ജീവിതത്തിൽ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അക്സെപ്റ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ എന്ത് കരുതും, ഞാനൊരു അഹങ്കാരിയായി മാറുമോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണ് ഈ കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ആൾക്കാർ മാറി ചിന്തിക്കാത്തത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൊന്ന്, ഇതെല്ലാരും പറഞ്ഞു തരുമെന്ന് വെച്ചാൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാം, ഇത് പറയുന്നത് തന്നെ ഒരു വിഷമമായി മാറും എന്നുള്ള ചിന്ത. നമ്മളെ സംബന്ധിച്ച് മനുഷ്യനൊരു പ്രശ്നമുണ്ട്, അവർ എന്നെ എന്ത് കരുതും, മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാറുമില്ല. അവർ ജീവിതത്തെ അങ്ങ് സ്വായത്തമാക്കുക. ആര്? ഇത്തരത്തിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ. ചില കാര്യങ്ങളിൽ നേഹയായാലും നീയായാലും ലിനിയൊക്കെ ഈ പാത പിന്തുടരുകേണ്ടിയിരിക്കുന്നു. അതിന്റെ പേരാണ് അവഗണന. എന്താ? അവഗണിക്കുന്നത് എങ്ങനെയാണ്? മനഃപൂർവമായി. അതായത് പല ആൾക്കാരും നിങ്ങളെ രണ്ട് തരത്തിൽ അവഗണിക്കും. ഒന്ന്, അവരുടെ ജീവിത തിരക്കിനകത്ത് അവർ നിങ്ങളെ അവഗണിക്കും. അത് നിങ്ങൾക്ക് കണ്ടറിയാം. എന്നാൽ തന്റെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ പല കാര്യങ്ങൾ അവഗണിക്കും. മനസ്സിലാവുന്നോ നേഹ? ഈ അവഗണന എന്ന് പറയുന്ന വിജയത്തിന്റെ സ്റ്റെപ്പാണ്. എങ്ങനെയാണ് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവരെയും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നവരെയും സോഷ്യൽ മീഡിയയൊക്കെ എങ്ങനെയാണ് അവഗണിക്കുന്നത്? എല്ലാം ഒന്നും ഇന്ന് പറഞ്ഞുതരാൻ പറ്റുമെന്ന് തോന്നില്ല. ഒക്കുന്നിടത്തോളം ഇപ്പൊ പറയാം. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഈ അവഗണന എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കണം. അവഗണന നിങ്ങളുടെ മനസ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളെ മോൾഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു സ്ട്രോങ് മൈൻഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് ഒരു സ്ട്രോങ് മൈൻഡ് ഉണ്ടാവണം. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവാം. ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയും ആവാം. മനസ്സിലാവുന്നോ? നിങ്ങൾ ഒരാളെ അവഗണിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും വരാം. മനസ്സിലാവുന്നോ? അപ്പം വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിലരെ അവഗണിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പം വലിയ സ്വപ്നമുള്ളവന് തടസ്സം വരുമോ? തടസ്സങ്ങൾ വരുമ്പോ ഇട്ടിട്ട് ഓടുകയാണോ ചെയ്യേണ്ടത്? അല്ല. അസ്വസ്ഥയാവുകയാണോ ചെയ്യേണ്ടത്? അസ്വസ്ഥരാകരുത്. കാരണം എന്താ? നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് പ്രതീക്ഷാഭംഗം വരുന്നത്, പല പ്രതിസന്ധികൾ ചില സമയങ്ങളിൽ വരുന്നത്. മനസ്സിലാവുന്നോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ പേടിച്ചു പോയിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നോ? അപ്പൊ നെഗറ്റീവ് കാര്യമായാലും നെഗറ്റീവ് പീപ്പിൾ ആയാലും, അവരെ നെഗറ്റീവ് കാര്യമായാലും നെഗറ്റീവ് ആൾക്കാരായാലും, അതുപോലെ അതിനെ എങ്ങനെ അവഗണിക്കാം, അത് വലിയ ഇമ്പോർട്ടന്റാ. നമ്മൾ അവഗണിക്കത്തില്ല. നമ്മളെ നല്ലോണം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ ചിലപ്പോൾ നമ്മളെ അവഗണിക്കും. മനസ്സിലാവുന്നോ? നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുന്നതാ. അവന്റെ ഇഷ്ടത്തിന്, അവന് വളർന്നു വരാൻ പറ്റുന്ന സാഹചര്യം അനുസരിച്ച് അവൻ എന്ത് ചെയ്യും? കൃത്യമായി നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? അവഗണിക്കേണ്ട സകലത്ത് അവഗണിക്കും. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ അവഗണിക്കാൻ ഭയപ്പെടും. ഞാൻ രാഷ്ട്രീയക്കാരനാ, ഞാൻ ഒരാളെ അവഗണിക്കാൻ ഭയപ്പെടും. എന്തുകൊണ്ടാണ്? ആ അവഗണന അവൻ കരുതും യവൻ അഹങ്കാരമാണെന്ന്. മനസ്സിലായോ? ആ അവഗണന എനിക്ക് എന്തായിട്ട് തോന്നും? ഞാൻ ചെയ്യുമ്പോ അതൊരു വലിയ അഹങ്കാരി എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കാവുമോ എന്ന ഭയം എനിക്കുണ്ട്. മനസ്സിലാവുന്നോ? അപ്പൊ അവഗണന യഥാർത്ഥത്തിൽ അഹങ്കാരമല്ല. മനസ്സിലാവുന്നോ? അതൊരു ശക്തി കാണിക്കലാ. പഠിച്ചോ? അവഗണന എന്താണ്? ശക്തി കാണിക്കലാണ് യഥാർത്ഥത്തിൽ. അത് ഓർത്ത് നമ്മൾ അതിനകത്ത് ഇത് ചെയ്യേണ്ട കാര്യമില്ല. ശക്തമായ നിലപാടെടുക്കലാണ്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം. ഇത് പഠിച്ചു വെക്കാതെ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശക്തമായ രീതിയിൽ ആൾക്കാരെ ഉൾക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പാത മാറുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആൾക്കാർ നിങ്ങളെ അങ്ങനെ ചിന്തിക്കും. കാരണം എന്താണ്? നിങ്ങൾ ജീവിതത്തിൽ വന്ന വഴികള് ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വളർന്നു വന്നവരാ. പക്ഷെ നിങ്ങൾ പഠിച്ചു വരുന്നതനുസരിച്ച്, നിങ്ങൾ കണ്ടതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങൾക്ക് വളരണമെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളും വളർന്നു. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, എന്റെ സമയത്തെയും എനർജിയെയും ഞാൻ കൃത്യമായി അല്ല ഉപയോഗിക്കുന്നത്, ഇത് രണ്ടും എനിക്ക് കൃത്യമായി ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾ ആൾക്കാരെ അവഗണിക്കേണ്ടി വരും. ഐഡിയ കിട്ടിയോ? അപ്പൊ അത് എന്താണ് അവഗണന, എന്താണ് അഹങ്കാരം, ആരെയാണ് അവഗണിക്കേണ്ടത്, എന്തിനാണ് അവഗണിക്കേണ്ടത്? ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യനുകൾ ഇല്ലയോ? ഉണ്ടോ? അപ്പൊ അത് പഠിക്കണോ?
അപ്പൊ അവഗണന എന്തുവാണ്? ഒരു കാര്യം ആലോചിക്കണം. അവഗണന തെറ്റിദ്ധാരണ, ഒരു ഇത് അഹങ്കാരമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെ വരുന്നത് ശരിയാ, 100% അങ്ങനെ വരാൻ സാധ്യതകളുണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ ഇതിനകത്തൊരു ബെന്നിക്കുട്ടി, പൂച്ചക്കുഴി, കോലോത്ത് സിയാദ് കലൂർവിള സിയാദ് യുദ്ധം, അതിനെക്കുറിച്ച് വിവരിക്കുക. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ സേഫായിട്ടിരിക്കുക, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം നല്ലതായി തന്നെ സ്വരി അവസാനിക്കും. വിഷമിക്കേണ്ട കേട്ടോ. അപ്പൊ മനു പിള്ളൈ ധൈര്യമായിട്ടിരിക്കെ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാത്തിനും ഒരു പ്ലാൻ അനുസരിച്ചല്ലേ പോകുന്നത്. പിന്നെ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം സുഹൃത്തിന് നിങ്ങളോടുള്ള എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ സ്പീച്ച്, അതാരാന്നോ ഇല്ല. അപ്പൊ പോട്ടെ, നമ്മുടെ സമയം കളയാം. അവഗണിക്കുക. അവഗണന എന്തോന്ന് മനസ്സിലായോ? അപ്പം നമുക്ക് അവഗണന എന്ന് പറഞ്ഞാൽ അഹങ്കാരമായി തെറ്റിദ്ധരിക്കും. മനസ്സിലായോ? അപ്പോ പക്ഷേ നമുക്ക് മനഃശാന്തിക്ക് വേണ്ടി നമ്മൾ അവഗണിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഓക്കെ. അപ്പം എന്തിനാണ് നമ്മൾ അവഗണിക്കുന്നത് എന്നുള്ളതാ പറയുന്നത്. മനസ്സിലാവുന്നോ? ചില ആളുകൾ നിരന്തരം കുറ്റം പറയും. മനസ്സിലാവുന്നു? ചില ആൾക്കാരെന്ത് ചെയ്യും? കുറ്റം പറയും. ചിലര് നമ്മുടെ വിജയത്തിൽ അസ്വസ്ഥരാകും. മനസ്സിലാവുന്നോ? ചിലര് നമ്മളെ അപമാനിക്കുന്നവരായിരിക്കും. മനസ്സിലാവുന്നോ? ചിലർ നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ നമ്മളെ ഉപയോഗിക്കാനായിരിക്കും. മനസ്സിലാവുന്നോ? ഇത്തരക്കാരെയൊക്കെ നമുക്ക് അവഗണിക്കേണ്ടി വരും. എന്താ നമ്മളെ അവഗണിക്കേണ്ട കാര്യം എന്താന്ന് മനസ്സിലായോ? ആരെയാണ് അവഗണിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായിക്കോണം. അപ്പം ഞാനിപ്പോ പറഞ്ഞ പോയിന്റുകൾ പറയും. ചില ആളുകളെ നമ്മൾ അവഗണിക്കണം. എന്തുകൊണ്ടാണ്? അവർ നമുക്ക് കുറ്റം പറയും. അവർ നമ്മുടെ കൂടെ ആണേലും അവർ നമ്മുടെ കുറ്റം പറച്ചിലായിരിക്കും. കാരണം അപ്പൊ അത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയത്തിൽ അവരങ്ങ് ചുമ്മാ അസ്വസ്ഥരാകും. മനസ്സിലാവുന്നു? അല്ലെന്നുണ്ടെങ്കിൽ അവരെന്തോ ചെയ്യും? നമ്മളെ അപമാനിക്കാൻ ഉപയോഗിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അവഗണിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അവരോട് സ്നേഹമില്ലാത്തോണ്ടാണോ? ആർക്ക് വേണ്ടി അവഗണിക്കുന്നേ? നമുക്ക് വേണ്ടി അവഗണിക്കേണ്ടി വരും. മനസ്സിലാവുന്നോ? അപ്പം ഇനി അവരെ നേരിടാൻ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ എന്താണ് ചെയ്യേണ്ടെന്നുള്ളത് മനസ്സിലായിക്കണം. ശ്രദ്ധിച്ചാണൊക്കെ. ഇപ്പം ഇവരെ നമ്മൾ എന്തിനാ ഈ അവഗണിക്കേണ്ടി വരുന്നേ? ഇവരെ നേരിടാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അവഗണന ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ എനർജി പോവും. എന്തോ ചെയ്യും? അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും? മാനസിക സമ്മർദ്ദം കൂടും. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പോകും. മനസ്സിലാവുന്നോ? അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണ്? മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. മനസ്സിലാവുന്നോ? അപ്പം അടുത്തൊരു ചോദ്യം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശക്തമായ ഒരു മറുപടിയാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മനസ്സിലാവുന്നോ? അപ്പൊ അവഗണിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അവഗണിക്കുന്നവരെ നമ്മൾ നേരിടുമ്പോ അവഗണിക്കേണ്ടവരെ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ എനർജി പോവും, മാനസിക സമ്മർദ്ദം കൂടും, ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിയും. മനസ്സിലാവുന്നോ? എന്നാ അടുത്തൊരു ചോദ്യം. മുമ്പേ ചോദിച്ചൊരു ചോദ്യം. ഉറക്കം വരുന്നു കുഞ്ഞിനെ അല്ലേ? അവഗണന ഒരു അഹങ്കാരമാണോ? എവിടെയോ കുറച്ച് കൊള്ളിക്കുന്നത് പോലെ എന്തോ ഒരിക്കലും കൊള്ളിക്കത്തില്ല. എന്റെ സിയാദ്, നമ്മുടെ സിയാദായിരുന്നു. ഞാനും അവനോട് ഒരുമിച്ച് MBA പഠിച്ചേ കേട്ടോ. നിന്നോടൊന്നും ഒരിക്കലും അവഗണനയില്ല, നമ്മളെല്ലാം ഒന്നല്ലേ. അപ്പം അവഗണന ഒരു അഹങ്കാരമാണോ? ആണോ? എന്നാ അതിനു മുമ്പ് ഞാൻ ഒരു ചോദിക്കാം. ലിനി, ഒരു ചോദ്യം. എന്താ അഹങ്കാരം? എന്താണ് അഹങ്കാരം? ഇത്രയുള്ള അഹങ്കാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചെറുതായി കാണുക, ഞാൻ മാത്രമാണ് ശരിയെന്ന് പറയുക. ഇതാണ് അഹങ്കാരം. എന്തോ? മറ്റുള്ളവരെ ചെറുതായി കാണണം, ഞാനാണ് ശരി എന്ന ചിന്ത. ഇതെന്താണ്? കൃത്യമായ അഹങ്കാരമാണ്. മനസ്സിലാവുന്നോ? അപ്പൊ അന്നേരം ഞാൻ ചോദിക്കാം, അന്നേരം അഹങ്കാരം എന്തുവാന്ന് നിങ്ങൾ പഠിച്ചോ? അപ്പൊ നിങ്ങളോട് എനിക്കൊരു ചോദ്യം. എന്താണ് അവഗണന? അന്നേരം അവഗണന എന്ന് പറഞ്ഞാലും വേറെന്ന് പറഞ്ഞാൽ ഹെൽത്തി ഇഗ്നോറിംഗ് ആണ്. എന്തോ? അവഗണന എന്താ? ഹെൽത്തി ഇഗ്നോർ ചെയ്യണം. നമ്മുടെ ആരോഗ്യപരമായ ഒരു അവഗണന. മനസ്സിലാവുന്നോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിനകത്തൊരു പർപ്പസ് ഉണ്ടെന്ന അർത്ഥം. എന്തോ? ആ അവഗണനയ്ക്ക് എന്തോ ഉണ്ട്? ഒരു പർപ്പസ് ഉണ്ട്. ആ അവഗണന ആവശ്യമാണെന്നുള്ളതാണ്. അതായത് നിങ്ങളെ ബാധിക്കുന്ന
മനസ്സിലായോ? വിഷയങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. എന്തോ നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? അകലം പാലിക്കണം. നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കപ്പെടണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്തിനാണ് അവഗണിക്കപ്പെടുന്നത്? നിങ്ങൾ ഒരാളെ അവഗണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇനി സംശയമുണ്ടോ? സൂസി ജോയ് സൂസൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കോശി വർഗീസിച്ചായ അവഗണന ചില സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവഗണിക്കുന്നത് ഒരു ഹെൽത്തി ഇഗ്നോറിംഗ് ആണിക്കാം. നമ്മൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി, അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ ആർക്കേ അറിയാവൂ? നമുക്കേ അറിയാവൂ, മറ്റൊരാൾക്കൊന്നും അറിയത്തില്ല. അറിയാമോ? മനസ്സിലാവുന്നോ? അപ്പം നമ്മളെ സംരക്ഷിക്കാനാണ് നമ്മൾ എന്ത് ചെയ്ത് ആ ഹെൽത്തി ഇഗ്നോറിംഗ് നടക്കുന്നത്. മനസ്സിലാവുന്നോ? അപ്പം ഇതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അഹങ്കാരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള? മറ്റുള്ളവരെ കൊച്ചാക്കാൻ. എന്തോ അഹങ്കാരം എന്തിനാ? മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കാൻ. മനസ്സിലായോ? ഭയങ്കര അഹങ്കാരിയെ പോലെ കാണുന്ന അന്നേരം പണമുള്ളവൻ അഹങ്കരിക്കുന്നു, അങ്ങനെയുള്ളവൻ അഹങ്കരിക്കുന്നു. ആ അഹങ്കാരം എല്ലാം എന്തിനാണ്? വേറൊരുത്തനെ അവനേക്കാൾ ചെറുതാണെന്ന് കാണിക്കാനാണ്. പക്ഷെ അവഗണന വ്യത്യസ്തമാണ്. അവഗണന നിങ്ങളെ സംരക്ഷിക്കാനാ. അപ്പൊ മനസ്സിലായോ? അപ്പൊ അവഗണനയും അഹങ്കാരവും തമ്മിലുള്ളൊരു വ്യത്യാസം പപ്പ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതിങ്ങനെ ആലോചിച്ചോണം. മനസ്സിലായോ? പിന്നെ ഇനി അവഗണിക്കാൻ പഠിക്കണം. എന്തോ അവഗണിക്കാൻ പഠിക്കുന്ന വേറൊരാളെ വേദനിപ്പിക്കുകയല്ലല്ലോ. നമുക്ക് അവഗണിക്കാൻ പഠിക്കേണ്ട മാർഗങ്ങളുണ്ട്. മനസ്സിലാവുന്നോ? അതായത് എന്തോടെ എന്നെ എന്നോട് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്? പിന്നെ മനസ്സിലാകാൻ വേണ്ടിയല്ലേ ഇത് പഠിപ്പിക്കുന്നത്? ഇറ്റ്സ് നോട്ട്, ഇതൊരു പറച്ചിലല്ല, ഇത് എന്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് കേൾക്കുന്ന മറ്റുള്ളവരും പഠിക്കുകയാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. അപ്പൊ ആവശ്യമെന്ന് കണ്ടാൽ, അല്ലാതെ എല്ലാവരും കയറി അവഗണിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവഗണിക്കാനുള്ള മാക്സിമം മാർഗങ്ങൾ പറയുന്നത് എന്തിനാ? അല്ലെ ബാക്കിയുള്ള എല്ലാവരെയും കയറി അവഗണിച്ചാൽ ജീവിതമുണ്ടോ? അപ്പൊ എന്തിനാണ് അവഗണിക്കുന്നത്? അവഗണന സ്ഥിരമാണോ? എന്താണ് അഹങ്കാരം? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ, നീയങ്ങ് മാറിക്കടാശടാ. അപ്പൊ എന്താ ചെയ്യുന്നത്? കൗണ്ട് ഹൈ ഓൺ അതേഴ്സ്. ഓക്കെ, അടുത്ത അവഗണിക്കാൻ പഠിക്കേണ്ട മാർഗങ്ങൾ എങ്ങനെയൊക്കെയാന്ന് പറയുന്നത്. ഉടൻ പ്രതികരിക്കാതിരിക്കുക. മനസ്സിലായോ? അല്ലാതെ ഡയറക്റ്റ് എന്നവനെ അവഗണിക്കല്ല, സൈക്കോളജിക്കലി അത് ചെയ്യുക. എന്ത് ചെയ്യണം? ഉടൻ എന്ത് ചെയ്യണം? പ്രതികരിക്കാതിരിക്കുക. ഒരു 5 seconds അല്ലെങ്കിൽ മാക്സിമം ഒരു 10 സെക്കൻഡ് ഒന്ന് ചിന്തിച്ചിട്ട് മറുപടി കൊടുക്കാൻ നിന്ന കൃത്യമായി നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം? അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ പറ്റും. മനസ്സിലാവുന്നു? അവർ ആ 10 സെക്കൻഡിനകത്ത് ആൻസർ പ്രതീക്ഷിക്കുക. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ടൊരു ആൻസർ കൊടുക്കണ്ട, സഡൻ ആയിട്ടൊരു ആൻസർ കൊടുക്കണ്ട. മനസ്സിലാവുന്നോ? അപ്പൊ അതിനെന്ത് ചെയ്യണം? 10 സെക്കൻഡ് ആലോചിച്ച് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തോ ഉണ്ടായി? ഉടൻ പ്രതികരിക്കാതിരുന്നു. മനസ്സിലായോ? അവഗണിച്ച ഒരു മാർഗം. 2, നിങ്ങളുടെ ലക്ഷ്യം എന്തോ? നിങ്ങളുടെ ലക്ഷ്യം ഓർക്കുക. അപ്പൊ അതറിയാതെ അവഗണിച്ചു പോകും. മനസ്സിലായോ? നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോവാ. അന്നേരം അപ്പുറത്തെ ഒരു ചേട്ടൻ വന്നിട്ട് വലിയൊരു കാര്യം പറയുക. അയാൾ നോക്കുമ്പോ എന്നും നിങ്ങളുടെ തെങ്ങേ കയറി എല്ലാ കാര്യവും നിങ്ങളാ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അവൻ നേരം പറയും, പരീക്ഷയൊക്കെ എന്തുവാടേ നീ പറയുന്നേ? എത്രയോ പരീക്ഷ ഉണ്ടെന്ന് പറയും. നിങ്ങൾ പരീക്ഷ കളയോ? ഇല്ല. നിങ്ങളുടെ ലക്ഷ്യം ക്ലിയർ ആയതുകൊണ്ടാണ് അതിന്റെ പിന്നാലെ. ഇതുപോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യം ഉണ്ടാവണം. മനസ്സിലാവുന്നോ? നമ്മുടെ നാസർ കൊട്ടാരക്കര എന്നും രാവിലെ എന്ത് ചെയ്യുന്നു? ഈ മീനുമായി പോകും. ആ ലക്ഷ്യം ക്ലിയർ ആയതുകൊണ്ട് വേറൊരുത്തം വന്ന് വാദിയോടിച്ച ആൾ നിൽക്കൂ? ഇല്ല. കൃത്യമായിരിക്കണം നിങ്ങളുടെ ലോകം, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഓർക്കണം. മനസ്സിലാവുന്നോ? കാരണം നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്നുള്ളത് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയ യുഗമാണ്. അപ്പൊ സോഷ്യൽ മീഡിയ യുഗത്തില് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവാം. എങ്ങനെയാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഡിറ്റാച്ച് ചെയ്യും, ചിലരെ ബ്ലോക്ക് ചെയ്യും. മനസ്സിലാവുന്നോ? ആ ബ്ലോക്കിംഗ് ആവശ്യമാണോ? അല്ലെ മ്യൂട്ട് ചെയ്യും. ആവശ്യമാണോ? നിങ്ങൾക്കേ അറിയാവോ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് ആവശ്യമായി തന്നെ ചെയ്യണം. ഐഡിയ കിട്ടിയോ? ലിയോണ കണ്ടിട്ടില്ലേ നമ്മളെ? നിങ്ങൾ ഇത്രയും വലിയ സ്നേഹം വന്നാലും നമ്മുടെ ലിയോണ എന്ത് ചെയ്യും? ചില സമയത്ത് നിയാക്കുട്ടനെ കടിക്കാൻ പോകും. നോക്കുന്നുണ്ടോ? എന്താ കാര്യം? അവന് ശല്യമാണെന്ന് തോന്നി അവൻ കൃത്യമായിട്ട് അവൻ ചെയ്യേണ്ടത് ചെയ്യും. മനസ്സിലായോ? ഇനി അടുത്തൊരു പോയിന്റ് എന്തോന്ന് വെച്ചാൽ, വ്യക്തമായ ബൗണ്ടറി വേണം. എന്തോ? വ്യക്തമായ ബൗണ്ടറി വേണം. ഇതെനിക്ക് ഇഷ്ടമല്ല,
അത് വ്യക്തമായി പറയണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം, അതർവൈസ് ബിഗ്ഗസ്റ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ് ഓർ എ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യു സേ നോ. എന്ത് ചെയ്യണം? നിങ്ങൾ നോ പറയുന്നതാണ്. വേണ്ടാത്തത്, ഇഷ്ടമില്ലെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ഇല്ലയോടെ. ഒരുത്തൻ്റെ കൂടെ പോയാലും അത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരുത്തുണ്ടായേ പറ്റൂ. സ്വയം വിലമതിക്കണം. അടുത്തെന്തോ? വില തരാത്തവരോട് വില ചോദിച്ചു എടേ ഞാൻ ഇങ്ങനെയാണ്, മനസ്സിലാവുന്നോ? ആ വില ഞാൻ ഇങ്ങനെ ഒരുത്തൻ ചെന്ന് കാപ്പി കുടിക്കുക, അവന് ഇഷ്ടം കാപ്പിയാ, കോഫിയാ, നിങ്ങൾക്ക് ഇഷ്ടം ചായയാ. അവൻ കോഫി മാത്രമുള്ള ഒരു കടയിൽ കയറിയിട്ട് എടേ നീ വേണമെന്നുണ്ടെ ഇത് കുടി, എന്നാ നിങ്ങൾ ചായക്കടയിൽ കയറിയിട്ട് നീ കോഫി വേണമെങ്കിൽ കുടിയുടെ എന്ന് പറഞ്ഞു. മനസ്സിലായോ? സ്വയം വിലമതിക്കണം. മനസ്സിലായോ? അപ്പം വില തരാത്തവരോട് വില ചോദിക്കുക. മനസ്സിലാവുന്നോ? ചായക്കടയിൽ പോയിട്ട് ഇവിടെ സർവീസിനാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്തിനാ? മനസ്സിലായോ? നേഴ്സിംഗ് ഒരു സർവീസ് ആണോ? അപ്പം എന്താണ് ഏറ്റവും വലുത്? ആരാണ്? നമ്മുടെ സർവീസസിനാണ് ഏറ്റവും വലിയ വില. അപ്പൊ നമ്മൾ ഓണർ ചെയ്യുന്ന, സർവീസ് ചെയ്യുന്ന, ടീച്ചിങ് ഒരു സർവീസ് ആണ്, നേഴ്സിംഗ് ഒരു സർവീസ്. അപ്പൊ അതിനാണ് വില. അപ്പൊ എന്ത് ചെയ്യണം? ആ സർവീസ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വാക്കുകൾ പോലും ഒരു കൗൺസിലിംഗ് ആണ്. ചിലപ്പം അതിനെല്ലാം എന്തോ ഉണ്ട്, ഒരു വിലയുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നങ്ങ് നിർത്തും. എന്തോ പറയാൻ പറ്റുന്നത്? അതെ, അവഗണിക്കുന്നതിന്റെ നേട്ടം എന്തോ? ഒന്ന്, മനസ്സമാധാനം ഉണ്ടാവും. 2, ആത്മവിശ്വാസം വർദ്ധിക്കും. 3, ടൈമും എനർജിയും നിങ്ങളുടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. 4, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. 5, അനാവശ്യ തരത്തിലുള്ള തർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. പഠിച്ചോ? അവഗണിക്കുന്നോണ്ട് നേട്ടമുണ്ടോ? ഒന്ന് പറയാമോ ഏതൊക്കെയാന്ന്? അത് പഠിച്ചു വെക്കേണ്ടതാണ്. മനസ്സമാധാനം, പിന്നെന്തോ? പിന്നെ ആത്മവിശ്വാസം, സമയവും എനർജിയും ലാഭിക്കും, പ്രൊഡക്ടിവിറ്റി കൂടും, അനാവശ്യ തർക്കത്തിൽ നിന്ന് ഇനി 5 എണ്ണത്തിൽ ഒരു 4 എണ്ണം പറഞ്ഞാൽ നീ മിടിക്കും. ആത്മവിശ്വാസം കളയത്തില്ല, പ്രൊഡക്ടിവിറ്റി കൂടും, മനസ്സമാധാനം കൂടും, അനാവശ്യ തർക്കം. കുഞ്ഞ് വളരെ മിടുക്കിയാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്.